വചനം തിരുവചനം ദൈവവചനം നിത്യവചനം ജീവദായക വചനം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. പ്രിയ ദൈവ മക്കളെ, ഞാനിന്ന് ഈ വീഡിയോയിൽ വരുന്നത് ദൈവത്തിൻ്റെ വചനം പങ്കുവയ്ക്കാൻ വേണ്ടിയാണ്. ഞങ്ങൾക്ക് ഒരു ധ്യാന ടീമുണ്ട്. മംഗളവാർത്ത എന്ന പേരിൽ തൃശ്ശൂർ രൂപതയിലെ അനേക സ്ഥലങ്ങളിൽ, പള്ളികളിലും ധ്യാന കേന്ദ്രങ്ങളിലുമൊക്കെയായി അനേക ധ്യാന ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകിയവരാണ് മംഗളവാർത്ത ധ്യാന ടീം. ഞങ്ങളുടെ അടുത്ത ധ്യാനം, താമസിച്ച് കൂടുന്ന ധ്യാനം, പഴയന്നൂര് കല്ലംകുളം നോർബട്ടൺ ധ്യാന കേന്ദ്രത്തിൽ 3-ാമത്തെ വെള്ളിയാഴ്ച 4 മണിക്ക് ആരംഭിച്ച് ശനി ഞായർ 4 മണിക്ക് പൂർത്തിയാകുന്ന വിധത്തിൽ 48 മണിക്കൂർ കൊണ്ട് പൂർത്തിയാകുന്ന വിധത്തിലാണ് ധ്യാനം ക്രമീകരിച്ചിട്ടുള്ളത്. വിവാഹം കഴിയാത്ത യുവാക്കളെയും യുവതികളെയും അതുപോലെ വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളെയും, വീട് വയ്ക്കാൻ സാധിക്കാത്തവർ, ഭൂമി വിൽക്കാൻ സാധിക്കാത്തവർ, അങ്ങനെ പല പല ആഗ്രഹങ്ങളും സഫലമാകാത്ത വ്യക്തികൾ ഈ ധ്യാനത്തിൽ സംബന്ധിക്കാൻ കടന്നു വന്നാൽ തീർച്ചയായും നിങ്ങൾക്ക് ഫലം ഉറപ്പാണ്. കാരണം ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. നമ്മൾ ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുക്കണം. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഞാൻ 35 വർഷമായി സുവിശേഷ വേലയിൽ ആയിരിക്കുകയാണ്. 1990 മുതൽ ഈ 2024 ഈ മെയ് മാസം അനേക സ്ഥലങ്ങളിൽ കേരളത്തിനകത്തും പുറത്തൊക്കെ ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കാൻ ഈ എളിയവനെ ദൈവം അവസരം നൽകിയിട്ടുണ്ട്. അപ്പം ഞാൻ നിങ്ങളോട് എൻ്റെ ഈ 35 വർഷത്തെ അനുഭവം കൊണ്ട് പറയാണ്. ഇന്ന് അനേക ഇടവകകളിലെ യുവാക്കൾ വിവാഹം കഴിയാതെ നിൽക്കുന്നുണ്ട്. മാതാപിതാക്കന്മാർക്ക് അവരെക്കുറിച്ച് ഭയങ്കര വേവലാതിയാണ്, സങ്കടമാണ്, കണ്ണീരാണ്, ദുഃഖമാണ്. അവരുടെ മരണത്തിന് മുമ്പ് എൻ്റെ മകൻ്റെ വിവാഹം ഒന്ന് കഴിഞ്ഞ് ഒരു കുഞ്ഞിനെ കണ്ടിട്ട് വേണം മരിക്കാൻ എന്നാഗ്രഹിക്കുന്ന അനേക മാതാപിതാക്കന്മാരെ ഞാൻ കേട്ടിട്ടുണ്ട്. എന്തുകൊണ്ട് ഇവരുടെ വിവാഹം കഴിയുന്നില്ല? പലരും പറയുന്നത് അവർക്ക് വേണ്ടി പെൺകുട്ടിയെ ദൈവം സൃഷ്ടിച്ചിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ വിശുദ്ധ ഗ്രന്ഥത്തിലെ കുറെ വചനങ്ങൾ നമ്മൾ ചീന്തിക്കളയുകയോ വെട്ടിക്കളയുകയോ വേണം. ഭൂമിയിലെ ഉൽപ്പത്തിയുടെ പുസ്തകത്തിലെ ദൈവം പറഞ്ഞിരിക്കുക, അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും. ഇത് ദൈവത്തിന്റെ വലിയൊരു വാഗ്ദാനമാണ്. ഒരു ഭൂമിയിലെ ഒരു ആൺകുഞ്ഞിനെ ദൈവം സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം മാറ്റമില്ലാത്ത വചനത്തിൽ പറയാണ്, പുരുഷനെ ചേർന്ന ഇണയെ ഞാൻ തന്നെ നൽകുമെന്ന്. തുടർന്ന് പിന്നീടുള്ള വചനങ്ങളിൽ പറയുന്നുണ്ട്, പുരുഷൻ മാതാപിതാക്കന്മാരെ വിട്ട് ഭാര്യയോട് ചേരും, അവർ ഒരു ശരീരമായി തീരുമെന്ന്. ഇനി മുതൽ നിങ്ങൾ രണ്ടല്ല, നിങ്ങൾ ഒന്നാണ്. ഇതൊക്കെ ദൈവത്തിന്റെ വചനത്തിൽ എഴുതി വെച്ചിരിക്കുന്നതാണ്. അതിനെ എത്ര വർഷം കഴിഞ്ഞാലും ഒരു മാറ്റം സംഭവിക്കില്ല. അപ്പൊ എന്തുകൊണ്ട് എൻ്റെ മകന്റെ വിവാഹം കഴിയുന്നില്ല എന്ന് പരിശോധിക്കുമ്പോൾ ഞാൻ ചില അമ്മമാരോട് ചോദിക്കാറുണ്ട്, മകൻ പള്ളിയിൽ കുർബാനയ്ക്ക് പങ്കെടുക്കും, അവൻ കുർബാനയ്ക്ക് പോവില്ല, പ്രാർത്ഥനയിൽ പങ്കെടുക്കും, പ്രാർത്ഥിക്കില്ല, മദ്യം കഴിക്കും, അത് കഴിക്കും, കഞ്ചാവ് വലിക്കും, മറ്റു എല്ലാ ദുശീലങ്ങളുണ്ട്. അപ്പൊ ഈ എല്ലാ ദുശീലങ്ങളുമുള്ള ഒരു ചെറുപ്പക്കാരനെ ഏതെങ്കിലും മാതാപിതാക്കന്മാരെ പെൺകുട്ടീനെ കെട്ടിച്ചു കൊടുക്കും? ഇല്ല. അപ്പൊ അതിനെ ആ വ്യക്തിക്ക് ഒരു മാറ്റം സംഭവിക്കണം. ഞാൻ മാറാതെ എൻ്റെ ദൈവം എന്നില് പ്രവർത്തിക്കില്ല. എൻ്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റം സംഭവിക്കണം. ഞാൻ ദൈവത്തിനെ രക്ഷകനും നാഥനുമായി യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കണം. അവന്റെ പറഞ്ഞ അനുസരിച്ച് ജീവിക്കാൻ നമ്മൾ തയ്യാറാകണം. ഇതൊന്നും തയ്യാറാകാത്ത ഒരു ആൺകുട്ടിക്ക് ജീവിതത്തിൽ പ്രത്യാശിക്കാൻ പറ്റില്ല. കാരണം ദൈവത്തിന്റെ വചനം അനുസരിച്ച് ജീവിക്കുന്നവരാണ് യേശുവിന്റെ സഹോദരനും സഹോദരിയും എന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഈശോ തന്നെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാനും നിങ്ങളുമൊക്കെ ദൈവത്തെ അറിയാനും ദൈവത്തിന്റെ സ്നേഹം അനുഭവിക്കാനും തയ്യാറാകത്തിടത്തോളം കാലം
ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കില്ല, നമ്മുടെ ജീവിതത്തിൽ ഇടപെടില്ല. വചനത്തിൽ പറയാണ് പാപിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കില്ല. ഒന്ന് ഓർത്തു നോക്കിയേ, ആരാണ് നീതിമാനായിട്ട് ഈ ഭൂമിയിലുള്ളത്? ഇങ്ങനെ വചനത്തിൽ പറയുന്നുണ്ട്, നീതിമാനായിട്ട് ആരുമില്ല, ഒരുവൻ പോലുമില്ല. കാര്യം ഗ്രഹിക്കുന്നവരില്ല, ദൈവത്തെ അന്വേഷിക്കുന്നവരില്ല. എല്ലാവർക്കും ഒന്നടങ്കം തെറ്റുപറ്റിയിരിക്കുന്നു. എന്ത് തെറ്റാണ് മനുഷ്യകുലത്തിന് പറ്റിയത്? നന്മ ചെയ്യുന്നവനില്ല, ഒരുവൻ പോലുമില്ല. ഇത് ദൈവം പറഞ്ഞ കാര്യങ്ങളാണ്. നമ്മൾ നമ്മെ കുറിച്ച് പറയും, ഞാൻ നല്ലവനാണ്, ഞാൻ വിശുദ്ധനാണ്, വിശ്വാസിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ദൈവം നമ്മെ കുറിച്ച് പറയണം. നമ്മൾ ആരാണെന്നുള്ള കാര്യം ദൈവം നമ്മെ കുറിച്ച് പറയണം. അപ്പോഴ് എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുക. ഒരു ബാംഗ്ലൂർക്കാരി ഒരു ടീച്ചർ ഒരിക്കലും എന്നെ കാണാനായിട്ട് വന്നു. അവൾക്ക് 29 വയസ്സുണ്ട്. അപ്പൊ അവൾ എന്നോട് പറയണം, സുന്ദരിയാണ്, വിദ്യാഭ്യാസമുണ്ട്, ജോലിയുണ്ട്, BEd ടീച്ചറാണ്. അവൾ എന്നോട് വന്നിട്ട് പറയണം, ജോസ് ബ്രദറെ, എന്റെ വിവാഹം കഴിഞ്ഞിട്ടില്ല, എന്നാൽ 21 വയസ്സിലെ എന്റെ വിവാഹം ആലോചന തീരുമാനം വന്ന മനസ്സമ്മതം വരെ എത്തിയതാ. ആ മനസ്സമ്മതത്തിന്റെ സമയത്ത് 2 ലക്ഷം രൂപ ചെറുക്കന്റെ വീട്ടുകാർക്ക് കൊടുക്കണം. എന്റെ അപ്പൻ ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്നു. ആ അപ്പൻ എന്നെ കെട്ടിക്കാനുള്ള എല്ലാ സമ്പാദ്യവും സമ്പാദിച്ചിട്ടുണ്ട്. അപ്പൻ അത് കൊടുക്കാൻ സമ്മതിച്ചു. ജോലി കഴിഞ്ഞൊരു ദിവസം തിങ്കളാഴ്ച വീട്ടിൽ വന്നു. അങ്ങനെ അപ്പം പറഞ്ഞു, ചായ കൂടി കഴിഞ്ഞപ്പോൾ അപ്പം പറഞ്ഞു, ഞാൻ കടം കൊടുത്തവരുടെ അടുത്ത് പോയിട്ട് മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് പോയതാ. ആള് വന്നില്ല. പിറ്റേ ദിവസം അവര് അറിയുന്നത് അപ്പൻ ഒരു കുളത്തിന്റെ പടവിൽ മരിച്ചു കിടക്കുക എന്നുള്ളതാണ്. കൊന്നതാണോ ആത്മഹത്യയാണോ അത് സ്വാഭാവിക മരണമാണെന്ന് അറിയില്ല. അങ്ങനെ ആ കല്യാണം മുടങ്ങുകയാണ്. അപ്പന്റെ മരണത്തോടു കൂടി ആ 21 വയസ്സുകാരുടെ വിവാഹം മുടങ്ങി, കല്യാണം നടന്നില്ല. അവൾക്ക് ദൈവത്തോട് വലിയ ശത്രുതയായി. അവൾ പറയാണ്, ദൈവം ഉണ്ടായിരുന്നുവെങ്കിൽ എന്റെ വിവാഹം മുടങ്ങില്ലായിരുന്നു, ദൈവം ഉണ്ടായിരുന്നുവെങ്കിൽ എന്റെ അപ്പച്ചൻ മരിക്കില്ലായിരുന്നു. അന്ന് മുതൽ അവൾ പ്രാർത്ഥന നിർത്തി. കാറ്റഗിസം അധ്യാപികയായിരുന്ന അവള് അതിന് നിർത്തി, ജപമാല ചൊല്ലിന് നിർത്തി, വിശുദ്ധ ഗ്രന്ഥ വായന നിർത്തി, കുടുംബ പ്രാർത്ഥന നിർത്തി. ഇവളും ദൈവം തമ്മിൽ വലിയ ശത്രുതയിലാണ്. ഇത് ഇവിടെ എന്റെ അടുത്ത് വന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനിങ്ങനെ മനസ്സിൽ സ്തുതിച്ചും പ്രാർത്ഥിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ അവളോട് ചോദിക്കുകയാണ്, മോളെ, നിനക്കും ദൈവത്തിനും തമ്മിൽ വലിയ ശത്രുതയാണല്ലോ, നീയും ദൈവം തമ്മിൽ വലിയ ശത്രുതയിലാണല്ലോ കഴിയുന്നത്. അപ്പോൾ അവൾ പറയാ, ശത്രുതയുണ്ട്, എനിക്ക് ദൈവത്തോട് ഭയങ്കര വെറുപ്പാണ്, അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കാറില്ല, പള്ളിയിൽ പോവാറില്ല, പരിശുദ്ധ കുർബാന സ്വീകരിക്കാറില്ല. ദൈവം ഉണ്ടായിരുന്നെങ്കിൽ എന്റെ അപ്പം മരിക്കില്ലായിരുന്നു, ദൈവം ഉണ്ടായിരുന്നെങ്കിൽ എന്റെ വിവാഹം മുടങ്ങില്ലായിരുന്നു. എന്റെ വിവാഹം മുടങ്ങി അപ്പം മരിക്കും കൂടി ചെയ്തോടുകൂടി ദൈവമായുള്ള ബന്ധം വിച്ഛേദിച്ചു. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ കൂടാതെ നമുക്ക് ഒന്നും ചെയ്യാൻ സാധ്യമല്ല. നമ്മുടെ ഇഷ്ടത്തിന് വന്നവരല്ല നമ്മള്. നമ്മുടെ അമ്മ പ്രസവിക്കുന്ന സമയത്ത് നമ്മോട് അമ്മ ചോദിച്ചിട്ടില്ല, മോനെ അമ്മ പ്രസവിക്കാൻ പോവാണ്, നിനക്ക് ഈ ലോകത്തിലേക്ക് വരാൻ സമ്മതമാണെന്ന് ചോദിച്ചില്ല, ഇല്ല. എന്നാൽ വിവാഹത്തിന് ഒരു വികാരിയച്ഛൻ ചോദിക്കും, കല്യാണം കെട്ടിക്കാമെന്ന് അച്ഛൻ ചോദിക്കും, ഇവളെ വിവാഹം കഴിക്കാൻ നിനക്ക് സമ്മതമാണെന്ന്. നമ്മൾ ജനിക്കുമ്പോ ഇവിടേക്ക് ഭൂമിയിലേക്ക് വരുമ്പോ അമ്മ അപ്പൻ നമ്മളോട് ചോദിച്ചിട്ടില്ല. അപ്പൊ അപ്പന്റെ അമ്മയുടെ സമ്മതത്തിലല്ല നമ്മൾ വന്നിരിക്കണേ. നമ്മളെ അയച്ചത് പിതാവായ ദൈവമാണ്. ഈശോ പറയുന്നുണ്ട്, എന്നെ അയച്ചതിന്റെ പിതാവെന്ന് അനേക തവണ വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. നമ്മൾ ഓരോരുത്തരെയും ഈ ലോകത്തിലേക്ക് അയച്ചത് പിതാവായ ദൈവമാണ്. എന്തിനു വേണ്ടി? ആ പിതാവിന്റെ തിരുവിഷ്ടം അനുസരിച്ച് ജീവിക്കാൻ വേണ്ടി. നമ്മള് കുറെ പ്രാർത്ഥിച്ചത് കൊണ്ടോ ബലിയർപ്പിച്ചത് കൊണ്ടോ ഒന്നും പിതാവിന്റെ ഇഷ്ടം നിറവേറണമെന്നില്ല പ്രിയപ്പെട്ടവരെ. പിതാവിന്റെ ഇഷ്ടം അറിയണമെങ്കിൽ അറിയാത്തവൻ എങ്ങനെ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റും? പിതാവിന്റെ ഇഷ്ടം അറിയണമെങ്കിൽ വിശുദ്ധ ഗ്രന്ഥം പറയാണ്, സ്വർഗത്തിൽ നിന്നും ജ്ഞാനവും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെയും ദൈവം എനിക്ക് നൽകപ്പെടുന്നില്ലെങ്കിൽ ഞാൻ എങ്ങനെ ദൈവത്തിന്റെ ഇഷ്ടം തിരിച്ചറിയും? ദൈവത്തിന്റെ ഇഷ്ടം തിരിച്ചറിയാത്തൊരു മനുഷ്യന് ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റാനായിട്ട് കഴിയില്ല. അവൻ പള്ളിയിൽ പോവും, പ്രാർത്ഥിക്കും, ധ്യാനം കൂടെ അതൊക്കെ ചെയ്യും. പക്ഷെ ദൈവത്തിന്റെ തിരുവിഷ്ടം, എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ തിരുവിഷ്ടം എന്താണെന്ന് അറിയണമെങ്കിൽ ആ വ്യക്തിക്ക് സ്വർഗത്തിൽ നിന്ന് ദൈവിക ജ്ഞാനവും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെയും ലഭിച്ചിട്ടല്ലാതെ ദൈവ ഇഷ്ടം തിരിച്ചറിയാൻ കഴിയില്ല. 12 വയസ്സുള്ള യേശു ക്രിസ്തുവിനെ കാണാതെ പോയിട്ട് പരിശുദ്ധ അമ്മയും ഔസപിതാവും 3 രാവും പകലും ആ മകനെ തേടി ജനക്കൂട്ടത്തിന്റെ ഇടയില് ഓരോ സ്ഥലങ്ങളിൽ കയറി ഇറങ്ങി അവരെ മകനെ അന്വേഷിച്ചു. 3-ാമത്തെ ദിവസം യേശുവിനെ ദേവാലയത്തിൽ കണ്ടെത്തി.
എന്റെ പ്രിയപ്പെട്ടവരെ, ആ അമ്മ ഓടിച്ചെന്ന് മകനെ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് മകനോട് ചോദിക്കുകയാണ്, മകനെ നീ എന്തുകൊണ്ട് ഞങ്ങളോട് ഇങ്ങനെ പ്രവർത്തിച്ചു? അപ്പനൊന്നും പറയുന്നതായിട്ട് കാണുന്നില്ല. അമ്മ പറയാണ്, എന്തുകൊണ്ട് നീ ഞങ്ങളോട് ഇങ്ങനെ പ്രവർത്തിച്ചു? ഞാനും നിന്റെ പിതാവും നിന്നെ അന്വേഷിച്ച് അറിയാത്ത ഇടങ്ങളില്ല. 3 രാവും പകലും കണ്ണിന്റെ പോളടച്ചിട്ടില്ല. ഞങ്ങളുടെ മകനെ കാണാത്തതിന്റെ പേരിൽ ഓടി നടക്കുകയായിരുന്നു. അപ്പൊ മകൻ പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത്? ഞാൻ വന്നിരിക്കുന്നത് എന്റെ ഇഷ്ടം നിറവേറ്റാനല്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടം നിറവേറ്റാനാണ്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിലുള്ള സകലമായ മനുഷ്യരും അവനെ നമ്മെ ഈ ലോകത്തിലേക്ക് അയച്ച പിതാവിന്റെ ഇഷ്ടം നിറവേറ്റാനുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും. ആരും അത് അന്വേഷിക്കാറില്ല, അറിയാറില്ല, പ്രവർത്തിക്കാറില്ല. എന്നിട്ട് പറയാണ് ദൈവം അനുഗ്രഹിക്കുന്നില്ലല്ലോ. നമ്മുടെ മാതാപിതാക്കന്മാര് പറയുന്നത് അനുസരിക്കുന്നില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, ആ അപ്പന്റെ അമ്മയുടെ സ്നേഹം നമുക്ക് കിട്ടും. നമ്മള് എങ്ങനെയാണ് അപ്പനെ സ്നേഹിക്കേണ്ടത്? അപ്പനും അമ്മയും പറയുന്നത് അനുസരിച്ചുകൊണ്ടാണ് നമ്മൾ അപ്പനും അമ്മയെ സ്നേഹിക്കേണ്ടത്. ഭാര്യ എങ്ങനെ ഭർത്താവിനെ സ്നേഹിക്കേണ്ടത്? ഭർത്താവ് പറയുന്നത് അനുസരിച്ചുകൊണ്ടാണ് ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെ ദൈവത്തെ സ്നേഹിക്കേണ്ടത്? ദൈവം പറയുന്നത് അനുസരിച്ചുകൊണ്ടാണ് മനുഷ്യൻ ദൈവത്തെ സ്നേഹിക്കേണ്ടത്. അപ്പൊ ദൈവത്തെ സ്നേഹിക്കുന്ന സകലരും ദൈവത്തിന്റെ കൽപ്പന പാലിച്ച് ജീവിക്കാൻ കടപ്പെട്ടവരാണ്. അപ്പൊ നമ്മളെ ഈ ലോകത്തിലേക്ക് അയച്ച പിതാവിന്റെ ഇഷ്ടം അറിഞ്ഞ് അതനുസരിച്ച് ജീവിക്കാൻ തയ്യാറായാൽ നിന്റെ വിവാഹത്തിന്റെ തടസ്സം മാറി കിട്ടും. പിതാവ് പറയാ, നിനക്ക് ഈ സഹോദരി, ബാംഗ്ലൂർക്കാരി സഹോദരിയോട് ഞാൻ പറഞ്ഞേ, മോളെ നീ തൃശ്ശൂര് പുത്തമ്പള്ളി പോയി കുറച്ചു നേരം ആരാധനയിൽ പങ്കെടുക്കുക, നല്ലൊരു കുമ്പസാരം നടത്തുക. കുമ്പസാരിച്ചിട്ട് 8-9 വർഷമായി. അപ്പൊ അവള് ഞാൻ പറയുന്നത് അനുസരിക്കാൻ തയ്യാറായി. അനുസരിക്കാൻ ഞാൻ സന്നദ്ധനെങ്കിൽ ഞാൻ ഐശ്വര്യമുള്ളവനായി മാറും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഏതൊരു വ്യക്തി ദൈവത്തെ അനുസരിക്കാൻ തയ്യാറായാൽ ആ വ്യക്തി ഐശ്വര്യമുള്ളവനായി തീരുമെന്ന് യാതൊരു സംശയമില്ല. ഇവളതനുസരിച്ച് പുത്തമ്പള്ളിയിൽ പോയി 1 മണിക്കൂർ നേരം നിത്യാരാധന പ്രാർത്ഥിച്ചു. അവിടുത്തെ വികാരീശ്വരനെ കണ്ട് കുംസാരിച്ചു. അവള് തിരിച്ചു പോവാണ്. അന്ന് രാത്രി ബാംഗ്ലൂർക്ക് തിരിച്ചു പോവാ. എന്റെ പ്രിയപ്പെട്ടവരെ, ദൈവവുമായുള്ള ബന്ധം മുറിഞ്ഞു കിടക്കുന്ന ബന്ധം ആ സഹോദരി പ്രാർത്ഥനയിലൂടെ, കുംഭസാരത്തിലൂടെ അത് കൂട്ടിക്കെട്ടാൻ തയ്യാറായപ്പോൾ ബാംഗ്ലൂർക്ക് യാത്ര ചെയ്യുന്ന ട്രെയിൻ ബാംഗ്ലൂർ ഇറങ്ങി ഓട്ടോ വിളിച്ച് അവളുടെ വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനും ഒരു ബ്രോക്കറും ഇവളെ പെണ്ണ് കാണാൻ വന്നിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, 3ാമത്തെ ഞായറാഴ്ച അവളുടെ വിവാഹം നടക്കുക. 8-9 വർഷമായിട്ട് ഒരു ചെറുക്കം പോലും പെണ്ണ് കാണാൻ വരാത്ത വ്യക്തി അവള് ക്ഷമിക്കാൻ, ദൈവത്തോട് രമ്യതപ്പെടുന്നത് കുംഭസാരത്തിലൂടെയാണ്. കുംഭസാരിക്കാനും രമ്യതപ്പെടാനും തയ്യാറായപ്പോൾ ദൈവമായ കർത്താവ് അവളുടെ വിവാഹ തടസ്സം മാറ്റി കിട്ടി. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, വിവാഹ തടസ്സമായി നിൽക്കുന്ന എല്ലാ യുവാക്കളും ഈ 2 ദിവസത്തെ ധ്യാനത്തിൽ പങ്കെടുത്താൽ ഞാൻ നിങ്ങൾക്കൊരു ധൈര്യം തരികയാണ്. പ്രിയപ്പെട്ടവരെ, ഞാനൊരു കല്യാണ ബ്രോക്കറല്ല, ഞാനൊരു സുവിശേഷ വേലക്കാരനാണ്. എന്റെ നാവുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാണ്, നിങ്ങളുടെ വിവാഹത്തിന്റെ തടസ്സം മാറിക്കിട്ടാൻ 2 കാര്യങ്ങൾ ചെയ്യണം. ഒന്ന്, ദൈവവുമായി രമ്യതപ്പെടണം. ആ രമ്യതപ്പെടൽ കുംഭസാരത്തിലൂടെയാണ്. 2, നിങ്ങളുടെ സുഹൃത്തുക്കളുമായി, മാതാപിതാക്കളുമായി, സഹോദരങ്ങളുമായി രമ്യതപ്പെടണം. അത് ക്ഷമ ചോദിക്കുന്നതിലൂടെയാണ്. അപ്പൊ 1 കുംഭസാരത്തിലൂടെ, 2 വ്യക്തികളോട് ക്ഷമ ചോദിക്കുന്നതിലൂടെ നിങ്ങളുടെ തടസ്സങ്ങളെല്ലാം മാറി ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് ഒഴുകി വരും. പ്രൈസ് ദി ലോർഡ്. എന്നെ ശ്രമിച്ച എന്റെ പൊന്നു സഹോദരങ്ങളെ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. നമുക്ക് ധ്യാനത്തിന് എല്ലാവരെയും ഒരുമിച്ച് കാണുകയും ചെയ്യാം. പ്രൈസ്